innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu ashhadu an la ilaha illallah wa ashhadu anna muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-din kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'd fa inna khayral hadithi kitabullah wa khayral hadi hadi Muhammadin Mustafa sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhan nasu ittaqu rabbakumul ladzi khalaqakum min nafsin wahidah wa khalaqa minha zawjaha وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس ഊസീകും വയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫുർഖാൻ. ആ സൂറത്തിന്റെ അവസാനത്തിൽ 63-ാമത്തെ ആയത്ത് മുതൽ 74-ാമത്തെ ആയത്ത് വരെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗുണങ്ങളെ പറ്റി പറയുന്നു. നമ്മൾ അള്ളാഹുവിന്റെ എല്ലാവിധ ഇസ്ലാമികപരമായ നിയമങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹു വിശദീകരിച്ച അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗുണങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇബാദുർ റഹ്മാൻ എന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല ആരംഭിക്കുന്നത്. ഇബാദുർ റഹ്മാൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ദാസന്മാർ എന്നാണ്. അഥവാ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതിർവരമ്പുകളിലൂടെ മുന്നോട്ടു പോകുന്ന ദാസന്മാരുടെ ഗുണങ്ങൾ അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ച് തരികയാണ്. ഏകദേശം 9ഓളം ഗുണങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ട 9ഓളം ഗുണങ്ങൾ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന. അല്ലാഹുവിന്റെ ദാസന്മാർ അവർ ഭൂമിയിൽ കൂടി വിനയത്തോടെ നടക്കുന്നവരായിരിക്കും. അവരുടെ സംസാരങ്ങളിൽ, അവരുടെ പ്രവർത്തികളിൽ അഹങ്കാരത്തിന്റെ
പൊങ്ങച്ചത്തിന്റെ ഒരു രീതിയും ഒരു സംസാരവും ഉണ്ടാവുകയില്ല. വിനയം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ്. നമ്മുടെ പൂർവികന്മാരായ പ്രവാചകന്മാർ, അതേപോലെ തന്നെ സ്വഹാബികൾ, സലഫുസ്വാലികളായ പണ്ഡിതന്മാർ, ഇവർക്കൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഏതൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും അഹങ്കാരങ്ങളില്ലാതെ ഏറ്റവും നല്ല വിനയത്തോടുകൂടി തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയവരായി. ആ ഒരു ഗുണമാണ് ആദ്യമായി കൊണ്ട് അല്ലാഹു തആല നമ്മോട് നിർദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ പരിശോധിക്കണം. നമ്മുടെ സംസാരങ്ങളിൽ, അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങളിൽ അഹങ്കാരത്തിന്റെ രൂപങ്ങൾ ഉണ്ടാകാറുണ്ടോ? വിനയത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. തൊട്ടടുത്തായിക്കൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. വിഡ്ഢികളായ അവിവേകികളായ ആളുകൾ അവർ അവരോട് ആ രൂപത്തിൽ സംസാരിക്കുകയാണ് എങ്കിൽ സമാധാനത്തോടെ മറുപടി പറയുന്നു. ചില ആളുകളുടെയൊക്കെ സംസാരങ്ങൾ വളരെ മോശമായിരിക്കും. നമ്മളൊക്കെ പറയും, അവന്റെ ആ സംസാരം കേട്ടാൽ രണ്ട് തല്ലു കൊടുക്കാൻ തോന്നും. ആ രൂപത്തിൽ അത്രക്കും മോശമായിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാകും. എന്നാൽ ആ രൂപത്തിൽ ആളുകൾ നമ്മളോട് പെരുമാറുമ്പോൾ അവരോട് സമാധാനമായ വിട്ടുവീഴ്ചയോടുകൂടി സംസാരിക്കുന്ന ആളുകൾ, അത് ഇബാദുർ റഹ്മാന്റെ, അള്ളാഹുവിന്റെ ദാസന്മാരുടെ സദ്ഗുണമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ചില ആളുകൾ ആ രൂപത്തിൽ, നമ്മളൊക്കെ പല കാര്യങ്ങളിൽ, കച്ചവടപരമായ കാര്യങ്ങൾ, ജോലിപരമായ കാര്യങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പല രൂപത്തിലുള്ള സംസാരങ്ങൾക്ക് നമ്മൾ മുതിരാറുണ്ട്. ഈ രൂപത്തിൽ അസമാധാനപരമായി അക്ഷമയോടെ പെരുമാറുന്ന ആളുകളോട്, ആ രൂപത്തിൽ സംസാരിക്കുന്നവരോട് സമാധാനത്തിന്റെ വാക്കുകൾ പറയുന്നവരായിരിക്കും അള്ളാഹുവിന്റെ ദാസന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മൂന്നാമതായി പഠിപ്പിച്ചത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അല്ലാഹുവിന്റെ ദാസന്മാർ രാത്രിയിൽ അല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ചും സുജൂദുകൾ ചെയ്തും കഴിച്ചുകൂട്ടുന്നവരാണ് എന്ന്. ഈ വിശുദ്ധ റമളാനിൽ ഒരു മാസത്തോളം തറാവീഹ് നമസ്കരിച്ച ആളുകൾ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനും ഹദീസുകളും പരിചയപ്പെടുത്തിയ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് രാത്രി നമസ്കാരം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് നിർബന്ധം പോലെ തന്റെ മരണം വരെ അത് കൊണ്ടുപോയിരുന്നു. അതിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഇശാ നമസ്കാരം കഴിഞ്ഞതു മുതൽ സുബഹി വരെയാണ്. അതിന്റെ റക്അത്തുകളെ പറ്റി വരെ ഹദീസുകളിൽ പരാമർശങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റക്അത്ത് മുതൽ 11 റക്അത്ത് വരെ നമസ്കരിച്ചു. 11 റക്അത്തിനേക്കാൾ കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിച്ചിട്ടില്ല എന്ന്. രാത്രി നമസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ഒരു അടിമ എന്താണോ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അവന്റെ പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം നൽകുന്ന വളരെ വിലപ്പെട്ട സമയമാണ്. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ എണീച്ചുകൊണ്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഈമാൻ വേണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രികളെ നമസ്കാരത്തിനും തന്റെ പ്രജകളുടെ അവസ്ഥകൾ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ്. സ്വഹാബത്ത് ദീർഘനേരം, ഒരുപാട് നേരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രി നമസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മളൊക്കെ റമളാനിൽ ഒന്നുപോലും പാഴാകാതെ തറാവീഹ് നമസ്കരിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങൾ, ഒരു മുസ്ലിം എങ്ങനെയാകണം, അള്ളാഹുവിന്റെ ദാസന്മാർ, ഇബാദുർ റഹ്മാൻ, ഈ പരാമർശങ്ങളിലെല്ലാം ഇവരുടെ ഗുണങ്ങളായിക്കൊണ്ട് അല്ലാഹു തആല പഠിപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അവരുടെ ജീവിതത്തിൽ രാത്രി നമസ്കാരം ഉണ്ടാകുന്നത്. അത് നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തും. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. രാത്രി നമസ്കരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ ഒരു ഈമാൻ,
അവരുടെ ജീവിതത്തിലും അവരുടെ മനസ്സുകളിലും അല്ലാഹു തആല നൽകുന്ന. പലപ്പോഴും നമ്മുടെ ഇബാദത്തുകളൊക്കെ പല ആളുകളും കാണും, എന്നാൽ റിയാ ഇല്ലാതെ നമ്മുടെ റബ്ബിനോട് അഭിസംബോധനം ചെയ്യുന്ന ഒരു നമസ്കാരം ഒരു പക്ഷേ രാത്രി നമസ്കാരമായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രി നമസ്കാരമാകും. നിങ്ങളുടെ വീട്ടുകാരെ വരെ ആ നമസ്കാരത്തിനു വേണ്ടി വിളിച്ചുണർത്തണം എന്നുവരെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു നമസ്കാരത്തെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് കഴിയും. നാലാമതായി അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ ദാസന്മാർ ഇബാദുർ റഹ്മാൻ നരകശിക്ഷയിൽ നിന്ന് മോചനം തേടി അല്ലാഹുവിനോട് സദാസമയം പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്നു. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. ശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തി, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. തീർച്ചയായും നരകത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്തതാണ്, ഏറ്റവും വലിയ വിപത്താണ്. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ ദാസന്മാർ സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ നമസ്കാരത്തിലും അതിന്റെ അവസാനത്തെ അത്തഹിയ്യാത്തിലെ പ്രാർത്ഥനയിൽ ആ ഒരു പ്രാർത്ഥനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം, അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അത് നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഉൾപ്പെട്ടതാണ്. നമ്മൾ ജീവിക്കുന്നത്, അമലുകൾ ചെയ്യുന്നത്, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നോമ്പുകൾ നോറ്റത്, ഇതൊക്കെ പരലോകത്ത് വിജയിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനകളിൽ നരകമോചനത്തിനു വേണ്ടി അവർ സദാസമയം റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണം. നമ്മുടെ നാവുകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ, ഇസ്തിഗ്ഫാറിലൊക്കെ ആവർത്തിച്ചു വരേണ്ട പ്രാർത്ഥനയാണ് നരകമോചനം എന്നുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അഞ്ചാമതായി പഠിപ്പിച്ചത്, അവർ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ അതിസൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണെന്ന്. വല്ലദീന ഇദാ അൻഫഖു, അവർ ചെലവഴിക്കുകയാണ് എങ്കിൽ ലം യുസ്രിഫു, അവർ ദൂർത്തടിക്കുകയില്ല എന്ന്. തൊട്ടടുത്തായിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, വലം യഖ്തുറു, അവർ പിശുക്ക് കാണിക്കുകയില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിന്റെ ഇടയിലുള്ള മധ്യമമായ നിലപാട് അവർ സ്വീകരിക്കും. ചില ആളുകളുണ്ട്, അവർക്ക് അവരുടെ ജീവിതത്തിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അമിതമായി ദൂർത്തടിക്കും. സമ്പത്തിന്റെ വിഷയത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. അതേപോലെ തന്നെ വേറെ ചില ആളുകൾ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാവും, പക്ഷെ വളരെ പിശുക്കിക്കൊണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. ഇത് രണ്ടും പാടില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള മധ്യമമായ നിലപാടാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്. അതൊരു വിശ്വാസിയുടെ ലക്ഷണമാണ് എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ആറാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ വൻ പാപങ്ങളിൽ നിന്ന് ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ ദാസന്മാരായ ആളുകൾ വിട്ടുനിൽക്കുന്നവരായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന 3 പാപങ്ങളാണ്. ഒന്ന്, അല്ലാഹുവിൽ പങ്കുചേർക്കൽ, ശിർക്ക്. രണ്ടാമത്തത് കൊലപാതകമാണ്. മൂന്നാമത്തത് വ്യഭിചാരമാണ്. അല്ലാഹുവിന്റെ ദാസന്മാരെ പറ്റി പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അല്ലാഹുവിന്റെ കൂടെ വേറൊരാളോട് പ്രാർത്ഥിക്കൂല. നമ്മുടെ തൗഹീദിന്റെ ആദർശം എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. തൗഹീദിൽ ഒരാൾക്ക് കളങ്കമുണ്ടായാൽ പിന്നീട് അയാളുടെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്നാണ്. അല്ലാഹുവിനോട് മറ്റൊരാളെ പങ്കു ചേർക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപമാണെന്ന് അത് അല്ലാഹുവിനെ എടുത്തു പറയണം. സത്യവിശ്വാസികളുടെ ലക്ഷണം ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി
ഒരാളെ പോലും അവർ വധിക്കുകയില്ല. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല എന്ന ഈ 3 മഹാവൻ പാപങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പാപങ്ങൾ ഏതൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത്, ഒന്ന് എല്ലാവിധ അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിൽ പങ്കു ചേർക്കലാണ്. അത്രത്തോളം നന്ദികേട് ഈ ലോകത്തിൽ, അത്ര വലിയ പാപം ഈ ലോകത്തിൽ. രണ്ടാമതായി അള്ളാഹു ഹറാമാക്കിയ ഒരു ശരീരത്തെ വധിക്കലാണെന്ന്. മൂന്നാമത് വ്യഭിചാരത്തിലേക്ക് സമീപിക്കലാണ്. ഇന്ന് വ്യഭിചാരത്തിനുള്ള അവസരങ്ങൾ നിരവധിയാണ്, പല രൂപത്തിൽ, പല പേരുകളിൽ. ഒരു വിശ്വാസി എന്ന നിലക്ക് അള്ളാഹു എടുത്തു പറയുകയാണ്, അവർ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ 3 വലിയ തിന്മകളിലേക്ക് പോകാത്തവരാണ് എന്ന്. ഈ 3 വൻ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഏഴാമതായി അല്ലാഹു തആല പഠിപ്പിച്ചത്, വല്ലദീന ലാ യശ്ഹദൂന സൂറ വഇദാ മർറു ബില്ലഗ്വി മർറു കിറാമ. കള്ളസാക്ഷികൾ അവർ പറയുകയില്ല. വ്യർത്ഥമായ, അനാവശ്യപരമായ ഒരുപാട് കാര്യങ്ങൾ, അത്തരത്തിലുള്ള സദസ്സുകൾ. ഇന്ന് ഹലാല് എന്താണ് എന്നും ഹറാമ് എന്താണ് എന്നും കൃത്യമായി അതിനെ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു കാര്യം കാണുമ്പോൾ ഇത് ദീനിലില്ലാത്തതാണ്, ഇത് ഹറാമായതാണ്, ഇത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത, ഞാൻ അതിന് കൂട്ടുനിൽക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ട്. അതെല്ലാം വളരെ കൃത്യമായി അല്ലാഹു തആല നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. സംഗീത പരിപാടികൾ, അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള അശ്ലീലതകൾ, അങ്ങനെയുള്ള വീഡിയോകൾ, നമുക്ക് ആവശ്യമില്ലാത്തത്, തെറ്റായ കാര്യങ്ങൾ, അതിലേക്ക് നമ്മുടെ ശ്രദ്ധകൾ പോകാതെ, അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ആകർഷിക്കപ്പെടാതെ, ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ച് നല്ല കാര്യങ്ങളോട് മാത്രം യോജിച്ച് നല്ല കാര്യങ്ങൾക്ക് പിന്തുണകൾ നൽകി അങ്ങനെ ജീവിക്കുന്ന ആളുകളായിരിക്കും അള്ളാഹുവിന്റെ ദാസന്മാർ. അത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മളൊന്ന് ആലോചിച്ചു, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഓരോ ദിവസം നമ്മൾ കടന്നു പോകുമ്പോൾ എത്ര എത്ര ആവശ്യമില്ലാത്ത, അനാവശ്യപരമായ, നമ്മുടെ ദീനിന് കളങ്കം വരുത്തുന്ന എത്ര പ്രവർത്തികൾ നമ്മൾ കാണാറുണ്ട്. അതിനോടുള്ള നമ്മുടെ നിലപാടുകൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കും. ഒരു തിന്മ കാണുമ്പോൾ അതിലേക്ക് പോകാതെ അത്തരം അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് തന്റെ ഈമാനിനെ സംരക്ഷിക്കുന്നവരായിരിക്കും ഇബാദുർ റഹ്മാൻ എന്ന് അല്ലാഹു തആല വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. തൊട്ടടുത്ത് പറയുന്നത്, വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മ വബുയാന. അല്ലാഹുവിന്റെ കലാമുകൾ, അല്ലാഹുവിന്റെ ഉപദേശങ്ങൾ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അതിനോട് വിമുഖത കാട്ടാതെ, എതിര് പ്രവർത്തിക്കാതെ ആ ഉപദേശങ്ങളെ തന്റെ ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കും അവർ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അത്യാവശ്യപരമായ ഒരു കാര്യം. ഒരായത്ത് നമ്മൾ കേൾക്കുമ്പോൾ അതിലൂടെ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ഒരു നന്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. ഓരോ ആയത്തുകളും അള്ളാഹുവിന്റെ ദീനീപരമായിട്ടുള്ള ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ നിലപാടുകൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കും. ചില ആളുകൾ ആയത്തുകളെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, ഇസ്ലാമികപരമായ കാര്യങ്ങളെ വിമർശിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പടച്ച റബ്ബ് ദീനായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അത് ഇസ്ലാമികപരമായി, പ്രമാണപരമായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെ, ആയത്തുകളെ, ഉപദേശങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ വചനങ്ങളെ ആദരിക്കുക എന്നത്. ശേഷം റബ്ബ് നമ്മെ അവസാനമായി പഠിപ്പിച്ചത് ഇബാദുർ റഹ്മാന്റെ ലക്ഷണങ്ങളിൽ അവർ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി. അള്ളാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ,
അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലികും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും, നമ്മളൊക്കെ സമയം ചെലവഴിക്കുന്നത്, അധ്വാനിക്കുന്നത്, സമ്പാദിക്കുന്നത് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അവരോട് ചെലവഴിക്കുന്ന സമയങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് പ്രതിഫലം ഉണ്ടാകും. അതോടൊപ്പം നമ്മുടെ കുടുംബം സമാധാനത്തോടെ ഇസ്ലാമിക രൂപത്തിൽ ജീവിക്കാൻ, അവർക്ക് സ്വർഗം ലഭിക്കാൻ, അവരുടെ കർമ്മങ്ങൾ ഉണ്ടാകാൻ ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. അത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അടിവരയിട്ട് നമ്മെ പഠിപ്പിച്ചു. ഒരാളുടെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ, അയാൾക്ക് അയാളുടെ ഭാര്യയുമായി മക്കളുമായി യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുടുസതായിരിക്കും. ഒരു സമാധാനവും ജോലി സ്ഥലത്തോ കച്ചവടങ്ങളിലോ അയാൾക്കുണ്ടാവുകയില്ല. നേരെ മറിച്ച് അയാളുടെ കുടുംബം ഇസ്ലാമികപരമായാൽ ആ കുടുംബത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകും, സമാധാനം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അത് അള്ളാഹുവിന്റെ ദാസന്മാരുടെ സദ്ഗുണങ്ങളിൽപ്പെട്ടതാണ്. ഈ ലക്ഷണങ്ങളെല്ലാം സഹോദരങ്ങളെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കും. വലിയ തിന്മകളിലേക്ക്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക. പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. ഈ ഒരു 2 മാസം വളരെ വലിയ ഒരു ചൂട് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളുകളൊക്കെ അവധിക്കാലമാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളിലേക്കാണ്, അങ്ങനെയുള്ള ഒരു 2 മാസത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും വെള്ളങ്ങൾക്കൊക്കെ ക്ഷാമം അനുഭവിച്ചു തുടങ്ങി. വെള്ളം ഉപയോഗിക്കുന്ന വിഷയങ്ങളിലൊക്കെ മിതത്വങ്ങൾ പാലിച്ച് അതിലൊക്കെ ക്രമങ്ങൾ ഉണ്ടാക്കി അമിതമായി വെള്ളം ദൂർത്തടിക്കാതെ വളരെ കുറച്ച് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം ധാരാളമായിക്കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ വെള്ളം ആവശ്യപ്പെടാൻ കഴിയാത്ത ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർക്ക് വെള്ളം നൽകണം. പുറത്തു ജോലി ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടെ അവരുടെ വർക്കുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയം, അതേപോലെ തന്നെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ മിണ്ടാപ്രാണികൾ ഉണ്ടാകും, പക്ഷികൾ, അതേപോലെ തന്നെ മൃഗങ്ങൾ. അവർക്കൊക്കെ കൃത്യമായി ഭക്ഷണങ്ങളും വെള്ളവും നമ്മളൊക്കെ പോലെ തന്നെയാണ് എന്ന് കരുതി അവർക്ക് പ്രത്യേകം പരിഗണന കൂടി നൽകണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സൂര്യന്റെ ചൂട് നമ്മൾ കൂടുമ്പോൾ നമ്മളൊക്കെ പല ആളുകളോടും പരിഭവം പറയാറുണ്ട്. എന്താലേ ചൂട്, നല്ല ചൂടാണ്. ഒന്ന് പുറത്തേക്ക് പോയി വന്നപ്പോൾ ശരീരം ആകെ വിയർത്തു കുളിച്ചു, ഒരല്പം ആശ്വാസം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഹദീസുകൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നരക ചൂടിന്റെ ഒരു അംശം മാത്രമാണ് ദുനിയാവിലെ ചൂട്. അപ്പോഴും നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കും, എത്ര ഉണ്ടാവും നരകത്തിലെ ചൂട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. സ്വഹാബത്തൊക്കെ വളരെ വലിയ എന്തോ ഒരു ആപത്തുണ്ടായി എന്ന് വിചാരിച്ചു പെട്ടെന്ന് ഓടിപ്പോയി.
അവരൊന്നും കാണാതെ തിരിച്ചു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നിങ്ങൾ ആ കേട്ട ശബ്ദം അതൊരു കല്ലിന്റെ ശബ്ദമാണ്. ആ കല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ മുകളിൽ നിന്ന് ആ കല്ല് താഴേക്ക് ഇട്ടു. അത് അതിന്റെ അടിത്തട്ടിൽ പതിച്ച ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ആ കല്ല് മുകളിൽ നിന്ന് ഇട്ട് താഴേക്ക് പതിക്കാൻ ഏകദേശം 70 വർഷം എടുത്തു. വേറൊരു ഹദീസിൽ 700 എന്നാണ്. അപ്പൊ നരകത്തിന്റെ ആ ആഴൊന്ന് ആലോചിച്ചു. നമ്മളൊക്കെ ഒരു കിണറിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് നിലത്തേക്ക് ഇട്ട പരമാവധി 1-2 സെക്കൻഡ് എടുക്കും, അടിത്തട്ടിൽ പതിക്കും. അത്രത്തോളം ആഴമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഒരു പ്രസംഗത്തിന്റെ സദസ്സിൽ നരകത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നരകത്തിലെ ശിക്ഷാരീതികൾ, അതിന്റെ രൂപങ്ങളും അതിന്റെ ഭയാനകതകളും. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയും, അന്ന് നരകത്തെ പറ്റി നബി പറഞ്ഞപ്പോൾ കരയാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ചൂടിനൊക്കെ പറ്റി പരാമർശിക്കുമ്പോൾ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കും. അതിന്റെ ചൂടിന്റെ കാഠിന്യത്താൽ നമ്മുടെ തലച്ചോറടക്കം തിളച്ചു മറിയും എന്നാണ് വളരെ കൃത്യമായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, ഈ ഒരു ചൂട് കാലത്തേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ ആവലാദികൾ നമ്മൾ പറയുമ്പോൾ പരലോകത്ത് നമ്മുടെയൊക്കെ അവസ്ഥ എന്താകും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം. നരകമോചനത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം നരകമോചനത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ആ രൂപത്തിലുള്ള സൽക്രമങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞത്, ഒരു കാരക്കച്ചീൾ കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന്, അത് സ്വതക്ക കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത്രത്തോളം ചെറിയ നന്മകൾ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിച്ചു കൊള്ളുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശം. അതുകൊണ്ട് പരമാവധി കിട്ടുന്ന നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി റമദാനിലൂടെ നമ്മൾ കൊണ്ടുവന്ന ഇബാദത്തുകളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. സുന്നത്ത് നിസ്കാരങ്ങൾ, ളുഹാ നിസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെയെല്ലാം പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹുവെ, അതിഭീകരമായ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, സഹോദരങ്ങൾ, അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാഥ. അള്ളാഹു, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു, അവരുടെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹു, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين.